ഹായ്, അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു ചെമ്മീൻ പയർ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി നോക്കിയാലോ. വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്കിതുപോലൊരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതേപോലെ അരിഞ്ഞു വെച്ച പയർ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ചെമ്മീൻ, നല്ലപോലെ വൃത്തിയാക്കി വെച്ച ചെമ്മീൻ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പ് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരല്പം വെള്ളം കൂടി ഒഴിച്ച ശേഷം നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ വെള്ളം കുറച്ച് ചേർത്താൽ മതിയാകും. ചെമ്മീനിൽ നിന്നെല്ലാം നല്ലപോലെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നമുക്കിന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ഗ്യാസിൽ വെച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. വളരെ കുറച്ച് സമയം മതിയാവും. അതുപോലെ തന്നെ ഇതുപോലെ നന്നായിട്ട് വെള്ളം എല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുത്ത ശേഷം അല്പസമയം കൂടി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഏകദേശം നന്നായിട്ട് ചെമ്മീനും പയറെല്ലാം അല്പം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ അതെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. അതേ ചട്ടിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് ഏകദേശം ആ വെളുത്തുള്ളിയെല്ലാം പച്ചമണം മാറുന്ന വരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി വേണ്ടത് ഇതുപോലെ ഒരു മീഡിയം സൈസ് സവാള ചെറുതാക്കി ചോപ്പ് ചെയ്തെടുത്താണത്. സവാള അല്ലെങ്കിൽ ചെറിയുള്ളി ആയിരുന്നാലും മതി. അതാവുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും. സവാള ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുപോലെ നല്ല പോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതേ നല്ലതുപോലെ നമുക്ക് വഴറ്റി കൊടുക്കാം. സവാള എല്ലാം നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരണം. ഇപ്പോൾ ഏകദേശം സവാളയെല്ലാം നല്ലതുപോലെ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് 2-3 ഉണക്കമുളക് നമുക്കൊന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പം മുളക് പൊടി അതുകൂടി ചേർത്ത് കൊടുക്കാം. ശേഷം നല്ലപോലെ ഇളക്കി ആ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നവരെ ഒന്നുകൂടി നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ച ആ ചെമ്മീനും പയറും ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് ആ വെള്ളം എല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം. ഒരല്പസമയം നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരല്പസമയം മാത്രം മതി. ഇതുപോലെ വീണ്ടും വെള്ളം എല്ലാം നല്ലപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് ആ വെള്ളം എല്ലാം നമുക്ക് വറ്റിച്ചെടുക്കാം. വെള്ളമൊക്കെ ഏകദേശം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. ചോറിന് ഇത് മാത്രം മതിയാവും, വേറെ ഒന്നും വേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ല പോലെ വറ്റി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇവിടെ ഡിഷ് ഇന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.